സ്പോട്ട് ലൈവ് തുടരുന്നു. ഉരുൾപൊട്ടൽ നാശം വിധിച്ച വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും കാണാതായവർക്കായുള്ള തിരച്ചിൽ 14ാം ദിവസവും തുടരുകയാണ്. ചാലിയാറിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹഭാഗം കണ്ടെത്തി. നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാനുള്ള പ്രത്യേക ക്യാമ്പുകളും അവിടെ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ഡാൻ കുര്യൻ നൽകും. ഡാൻ കുര്യൻ, ആ ദുഃഖം അങ്ങനെ തന്നെ തുടരുകയാണ്. മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്നു. എന്തൊക്കെ തരത്തിലുള്ള തിരച്ചിലാണ് അവിടെ നടക്കുന്നത്? അതെങ്ങനെ പുരോഗമിക്കുന്നു? മനു, ഇപ്പോഴും 2 ആഴ്ച പിന്നിടുകയാണ് ഈ ദുരന്തമുണ്ടായിട്ട്. ഇപ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്ന പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഈ ശ്മശാനത്തിലേക്ക് ഇവിടെയാണ് 48ലേറെ പൂർണ്ണ മൃതദേഹങ്ങളും 220ലേറെ മൃതദേഹ ഭാഗങ്ങളും അടക്കം ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് ഇപ്പോഴും മൃതദേഹങ്ങൾ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 6 കുഴികൾ അവിടെ എടുക്കുന്നുണ്ട്. ഇന്നലെ കണ്ടെത്തിയ 4 മൃതദേഹ ഭാഗങ്ങളും ഒരു പൂർണ്ണ മൃതദേഹത്തിന്റെ ഭാഗങ്ങളും അടക്കം ചെയ്യുന്നതിന് വേണ്ടി ഇത് കഴിഞ്ഞ 4-ാം തീയതി മുതൽ ഓഗസ്റ്റ് 4-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി 8 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ എത്തിച്ചത്. അതിനുശേഷം ഇതിവിടെ ഒരു സാധാരണ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ആളും ആരവും എല്ലാം പോയിരിക്കുന്നു. ആ കുഴിയെടുക്കുന്ന JCBയിലെ ജീവനക്കാർ, ഏതാനും സന്നദ്ധ പ്രവർത്തകർ, അവർ മാത്രമാണ് ഇപ്പോഴുള്ളത്. മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങളെ ഏതാണ്ട് പൂർണ്ണമായി തകർത്തെറിഞ്ഞ ഈ ഉരുൾപൊട്ടലിന്റെ എല്ലാ പരിച്ഛേദവുമായി മാറുകയാണ് ഈ ശ്മശാനത്തിലെ ശോകമൂകമായ കാഴ്ചകൾ. ഇന്നും 14ാം ദിവസവും തുടർച്ചയായി രക്ഷാദൌത്യം അല്ലെങ്കിൽ ഈ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കാണാതായ 133 പേരിൽ ആരൊക്കെ എവിടൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ എല്ലാ ദിവസങ്ങളും നടന്നതുപോലെ സൂചിപ്പാറ, കാന്തൻപാറ, അതോടൊപ്പം തന്നെ മുണ്ടേരി ഫാം, ചാലിയാറിന്റെ തീരത്തുള്ള മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള പ്രദേശങ്ങളായിരുന്നു പോലീസും NDRF സേനാംഗങ്ങളും അഗ്നിശമന സേനാംഗങ്ങളും SOGയും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും ചേർന്ന് ഹെലികോപ്റ്റർ സംവിധാനം അടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ തെരച്ചിൽ നടത്തിയത്. അതിൽ മൃതദേഹ ഭാഗങ്ങൾ ചാലിയാറിന്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഔദ്യോഗികമായ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ വൈകുന്നേരത്തോടെ മാത്രമേ റവന്യൂ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുകയുള്ളൂ. സമാനമായ തരത്തിൽ കണിയമ്പാറയിൽ, അതായത് വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സമാനമായ തരത്തിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. അവിടെയും 50 അംഗ സംഘമാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. പക്ഷേ എത്ര ദിവസം ഇനി അങ്ങോട്ട് ഈ തെരച്ചിൽ ഇങ്ങനെ തുടരാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം മണ്ണിൽ പുതഞ്ഞുപോയ ശരീരഭാഗങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് 2 ആഴ്ചയ്ക്കപ്പുറമൊക്കെ ഏറ്റവും ദുഷ്കരമായൊരു ദൌത്യമായി മാറും. അതുകൊണ്ട് തന്നെ ആ ഒരു ദൌത്യം ഇനിയും തുടർച്ചയായി എത്ര ദിവസം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന വലിയൊരു ആശങ്കയുണ്ട്. ആ ആശങ്കകൾക്ക് നടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഈ തെരച്ചിൽ പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് 5 മേഖലകളായി തിരിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. സ്വാഭാവികമായി കനത്ത ചൂടുണ്ട് ഒരു വശത്തെ. കാരണം ഈ 3-4 ദിവസമായി ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് മഴ പെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ചൂടുണ്ട് ഉച്ച സമയത്തൊക്കെ. അപ്പോൾ അതൊന്നും വകവയ്ക്കാതെയാണ് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ പല ചെറു സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പമാണ് ഈ മേഖലകളിൽ, അതായത് ചൂരൽമല, മുണ്ടക്കൈ മേഖലകൾ ജനവാസയോഗ്യമാണോ ഇനി എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള 6 അംഗ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മളോട് വ്യക്തമാക്കിയത് ഇവിടെ ഇനി മനുഷ്യവാസം സാധ്യമാണോ, ജനവാസം സാധ്യമാണോ എന്ന കാര്യമൊക്കെ വിശദമായ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അത് ഏറെ വെല്ലുവിളികൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു കാര്യമാണെന്നാണ്. അതോടൊപ്പം പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മറുവശത്ത് പുരോഗമിക്കുന്നു. 650ലേറെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇതിനോടകം തന്നെ 253 വാടക വീടുകൾ റവന്യൂ അധികൃതർ കണ്ടെത്തി കഴിഞ്ഞു. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ മറ്റ് 100 വാടക വീടുകൾ കൂടി ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സെന്റ് ജോസഫ് സ്കൂൾ, മേപ്പാടി അടക്കം പല സ്കൂളുകളിലായിട്ടാണ് ഇപ്പോൾ ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെ കഴിഞ്ഞ 2 ആഴ്ചയായി പഠനം മുടങ്ങിക്കിടക്കുകയാണ്. സ്വാഭാവികമായി ഇനി അങ്ങോട്ട് അനിശ്ചിതകാലത്തേക്ക് അവരെ ആ സ്കൂളുകളിൽ താമസിപ്പിക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ ഈ വാടക വീടുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മനു, ഡാൻ, അതുപോലെ ഈ രേഖകൾ നഷ്ടമായ ആളുകളുടെ പ്രയാസം നമുക്കറിയാലോ. സ്വാഭാവികമായും എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ ബന്ധപ്പെട്ട രേഖകളൊക്കെ നഷ്ടമാകുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് പിന്നീട് ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ക്യാമ്പുകൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അത് വീണ്ടെടുക്കുക എന്നത് ഒക്കെ സാധ്യമാണോ? എങ്ങനെയാണ് ആ ക്യാമ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നത്? മനു, 14 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഈ അതിജീവിതർക്കാണ് ഇത്തരത്തിൽ നഷ്ടമായ രേഖകൾ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ മേഖലകളിൽ
ഇത്തരത്തിൽ തങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ അടക്കം പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായ ആളുകൾക്കാണ് രേഖകൾ വീണ്ടെടുക്കുന്ന നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കുന്നതിന്റെ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയുമൊക്കെ സഹായത്തോടെ ആ നടപടികൾ രാവിലെ മുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം പലരും ഈ ഒരു ആഘാതത്തിൽ ഇപ്പോഴും മുക്തരായിട്ടില്ല. നിരവധി പേർ ആശുപത്രികളിൽ ഇപ്പോഴും 49 പേരാണ് ആശുപത്രിയിൽ ഇപ്പോഴും മേപ്പാടിയിൽ തന്നെ വിംസ് ആശുപത്രിയിലടക്കം ചികിത്സയിൽ തുടരുന്നത്. സ്വാഭാവികമായി ആ നടപടിക്രമങ്ങൾ അതുകൊണ്ട് വരും ദിവസങ്ങളിലേക്കും തുടരും. വൈകാതെ തന്നെ അവർക്ക് സാധ്യമാകുന്ന രേഖകൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഡാൻ കുര്യനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഡാൻ നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങൾ തന്നെ നമ്മെ നൊമ്പരപ്പെടുത്തുന്നതാണ്. നഷ്ടമായ മനുഷ്യരുടെ കഥ പറയുന്ന ദൃശ്യങ്ങൾ. ഇതുപോലൊരു ദുരന്തം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് മറ്റെന്തിനാകും.